കുറേ കാലമായല്ലോ നമ്മൾ കണ്ടിട്ടല്ലേ. വീഡിയോസ് നമ്മുടെ ചാനലിൽ വന്നിട്ട് കുറച്ചധികമായി. കാരണം കുറച്ച് പേരെങ്കിലും അറിഞ്ഞു കാണും. മുത്തിൻ്റെ പപ്പ 2-ാം തീയതി മെയ് 2-ാം തീയതി മരിച്ചു. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോയിരുന്നു. 2 ദിവസം ആശുപത്രി പരിപാടി അടക്കം അങ്ങനെ കുറേ കാര്യങ്ങളായിട്ട് തിരക്കായിപ്പോയി. പിന്നെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് വീഡിയോ ചെയ്യാനുള്ളൊരു മൂഡില്ലായിരുന്നു, അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് വീഡിയോസ് വന്നില്ല, അതിനൊരു ഫോളോ അപ്പ് വന്നില്ല. അപ്പം ഞാൻ ഓർത്തു, ഇത് ഇങ്ങനൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ഞാൻ ആദ്യം ആലോചിച്ചു. പക്ഷേ ഇങ്ങനൊരു വീഡിയോ ചെയ്യാതെ നമ്മുടെ ചാനലിൽ വേറൊരു വീഡിയോ ചെയ്യുന്നതിന് അർത്ഥമില്ല. കാരണം ഇതെൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടന്നിട്ട് വല്ലാതെ നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ആരോഗ്യ മേഖല അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൻ്റെ അല്ലെങ്കിൽ പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ, അല്ലെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് ഉള്ളതിനെപ്പറ്റി ഒരു ഓഡിറ്റ്, ഇതൊന്നും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവം. കാരണം ഇതെനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മളെല്ലാവരും ഓടിച്ചെന്നിട്ട് ഒരു ഗവൺമെൻറ് ആശുപത്രികൾ മോശമായിട്ടല്ല, ഗവൺമെൻറ് ആശുപത്രികളിലെ ആക്സസിബിലിറ്റി, അതായത് ചെന്ന് കയറി നമുക്കൊരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിനെയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാളിനെ കാണുന്നതിലുള്ള ഒരു സാങ്കേതികമായ തടസ്സം അല്ലെങ്കിൽ അതിനുള്ള ഫെസിലിറ്റി കുറവുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഓടിച്ചെന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റലിലൂടെ ചെല്ലുന്നത്. പക്ഷേ പ്രൈവറ്റ് ഹോസ്പിറ്റലുകാർ എങ്ങനെയാണ് രോഗികളെ കാണുന്നതെന്നുള്ളതിൻ്റെ ഒരു അതൊരു വീഡിയോ ആയിട്ട് ചെയ്ത് നിങ്ങളെ കൂടെ അറിയിച്ചില്ലെങ്കിൽ എനിക്ക് സമാധാനമില്ല. കാരണം നമുക്ക് പറ്റിയ അവസ്ഥ വേറൊരാൾക്ക് വരരുത് എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം മാത്രമാണ്. കാരണം അല്ലെങ്കിൽ പിന്നെ ഇത്രയും വലിയ മാഫിയ, ആശുപത്രി മാഫിയ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ മാഫിയയോടൊന്നും മുട്ടി നിൽക്കാൻ ഞാൻ ആളല്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ ഒരു വീഡിയോ ചെയ്യാന്നുള്ളത് പ്രൈവറ്റ് ആശുപത്രികൾ അല്ലെങ്കിൽ ഡോക്ടർമാരെ ദൈവത്തെ പോലെ വിശ്വസിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പപ്പായെ പറ്റി പറയുവാണെങ്കിൽ, പപ്പായ്ക്ക് യാതൊരുവിധ ദുശീലങ്ങളുമില്ലായിരുന്നു. അമിതമായിട്ട് ആഹാരം പോലും കഴിക്കാത്തൊരു മനുഷ്യൻ. അദ്ദേഹത്തിനുണ്ടായിരുന്ന ആകെപ്പാടെയുള്ളൊരു ദുശീലം എന്ന് പറഞ്ഞാൽ ഡോക്ടർമാരെ ദൈവത്തെ പോലെ കണ്ടുകൊണ്ടിരുന്നത്. ഡോക്ടർമാർ പറയുന്നതെല്ലാം അക്ഷരം പ്രതി അനുസരിക്കുമായിരുന്നു. അതുതന്നെയാണ് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, ശാരീരികമായ ബുദ്ധിമുട്ടുകൾക്കുണ്ടായത്. ഇപ്പോൾ പത്തനംതിട്ടയിലെ ഒരു പ്രമുഖ ആശുപത്രി, അവിടുത്തെ ഒരു ഡോക്ടറിൻ്റെ കീഴിൽ വന്നേക്കുന്ന പേഷ്യൻസിൽ 80% പേഷ്യൻസ് ഡയാലിസിസിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ഇത് അന്വേഷിക്കേണ്ടതല്ലേ? അതായത് ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു കച്ചവട ഡോക്ടർമാരെ എന്നുള്ള രീതി മാറിയിട്ട് എല്ലാവരെയും അല്ല പറയുന്നത് കേട്ടോ. ഡോക്ടർമാരെ അടച്ചാക്ഷേപിക്കുകയല്ല, അതുപോലെ പ്രൈവറ്റ് ആശുപത്രികൾ അടച്ചാക്ഷേപിക്കുകയല്ല. പക്ഷേ ഈ തൊഴുത്തിൽ കുത്തികളായിട്ടുള്ള വളരെ കുറച്ച് ആശുപത്രികളും അതിനേക്കാട്ടിലും ഇതിൻ്റെ ഒരു 10% പോലും വർക്ക് എത്തിക്സ് ഇല്ലാത്ത ഡോക്ടർമാരും എല്ലാം കൂടെ ചേർന്നിട്ട് നമ്മുടെ ആരോഗ്യ മേഖലയെ ചൂടെ മുടിച്ചു വെച്ചേക്കുക. കാരണം ഇവർക്കൊരു മെഡിക്കൽ ചെക്കപ്പിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രീതിയിൽ അപ്പോയിൻമെൻറ്റ് കിട്ടിയ ഒരു പേഷ്യൻ്റ് ഇവരുടെ കയ്യിൽ കിട്ടിയാൽ ഇവരാലോചിക്കുന്നത് എങ്ങനെയാ രോഗിക്ക് ചികിത്സിച്ച് രോഗിയെ ഭേദമാക്കാം. ഇവരാലോചിക്കുന്നത് ഈ രോഗിയെ കൊണ്ട് എത്രത്തോളം പൈസ ഉണ്ടാക്കാം, ഈ രോഗിയെ വെച്ച് എന്തെല്ലാം ചികിത്സകൾ പ്ലാൻ ചെയ്യാം, അല്ലെങ്കിൽ ഒരു 10 വർഷം കഴിഞ്ഞാൽ ഈ രോഗിയെ കൊണ്ട് ഈ രോഗിയെ എവിടെ എത്തിക്കാം. അപ്പം മരുന്ന് കൊടുത്ത് നമ്മളെ ഡയാലിസിസിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ക്രിയാറ്റിൻ ലെവൽ കൂടുക, അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് തരംതാണ രീതിയിലുള്ള ചികിത്സാ രീതികളാണ് നമ്മുടെ നാട്ടിലെ പ്രൈവറ്റ് ആശുപത്രികളിൽ ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അതൊന്ന് എൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് കേരള ഗവൺമെൻറ്റിനോട് അല്ലെങ്കിൽ ഹെൽത്ത് മിനിസ്റ്ററിനോടുള്ളൊരു ഒരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ മണ്ടയ്ക്ക് ഓഡിറ്റ്സ്, പ്രോപ്പറായിട്ടുള്ള ഓഡിറ്റ്സ്, അത് ഈ പത്രക്കാരൊന്നും എഴുതത്തില്ല. കാരണം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നടന്ന് കയറി പോകുന്നവൻ മരിച്ചിറങ്ങി വന്നാലും പത്രക്കാരൊന്നും എഴുതത്തില്ല. കാരണം അവരെ സംബന്ധിച്ച് ഫുൾ പേജ് പരസ്യം കിട്ടിയാൽ മതി. TV ചാനലിൽ വരത്തില്ല. കാരണം അവരെ സംബന്ധിച്ച് സിനിമയ്ക്കിടയ്ക്കുള്ള ആഡും അല്ലെങ്കിൽ വാർത്തയ്ക്കിടയ്ക്കുള്ള ആഡുമാണ് അവർക്ക് മുഖ്യം. അവർ പൈസ കിട്ടുന്നവർക്ക് എതിരെ അവരൊരു കാരണവശാലും സംസാരിക്കത്തില്ല. പക്ഷേ ഹെൽത്ത് കെയർ സെക്ടറിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾക്ക് മേലെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ശക്തമായ ഓഡിറ്റ് ഇല്ലെങ്കിൽ നമ്മളുടെ നാട്ടിലെ ആൾക്കാരുടെ ഗതി എന്നത് പറയാൻ പറ്റില്ല. കാരണം എല്ലാം ഓഡിറ്റ് ചെയ്യണമെന്നല്ല പറയുന്നത്, പക്ഷേ മരണങ്ങൾ ഓഡിറ്റ് ചെയ്യപ്പെടണം.
മരണങ്ങൾ ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടതെന്ന് പറഞ്ഞാൽ മരണത്തിൻ്റെ റീസൺ വെച്ചല്ല ഓഡിറ്റ് ചെയ്യേണ്ടത്. കാരണം മരണത്തിൻ്റെ റീസൺ ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് എന്നായിരിക്കാം, അതോടെ കഴിഞ്ഞു. കാരണം അത് ഹാർട്ട് അറ്റാക്ക്, ഓക്കെ, പോസ്റ്റ്മോർട്ടത്തിനകത്ത് അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുവാണെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിനകത്ത് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ കൺക്ലൂഷൻ ഹാർട്ട് അറ്റാക്ക് എന്നായിരിക്കും. പക്ഷേ ഹാർട്ട് അറ്റാക്കിലേക്ക് നയിച്ച എന്താണ്? ചിലപ്പോൾ ഒരു ഇഞ്ചക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ മാറിപ്പോയ ഒരു മരുന്നായിരിക്കും. ആ മാറിപ്പോയ മരുന്നിനും മാറിപ്പോയ ഇഞ്ചക്ഷൻ്റെ റെസ്പോൺസിബിലിറ്റി അവസാനം കാണിച്ച ആശുപത്രിക്കല്ലേ. കാരണം ഒന്നും ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ ആശുപത്രിക്കാർ ഒന്നും ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ രക്ഷപ്പെടേണ്ട ജീവനാണ് മാറിപ്പോയ ഒരു മരുന്ന് കൊണ്ടോ ഇഞ്ചക്ഷൻ കൊണ്ടോ ആവുന്നത്. പക്ഷേ നമ്മൾ കൺക്ലൂസീവായിട്ട് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുന്നു. അപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ നടക്കുന്ന മരണങ്ങൾ ഓഡിറ്റ് ചെയ്യപ്പെടണം, അല്ലെങ്കിൽ ആ മരണത്തിലേക്ക് എന്താണോ നയിച്ചതെന്ന് റീസൺ ഓഡിറ്റ് ചെയ്യപ്പെടണം. ഒരാൾ ചുമ്മാ അങ്ങ്, ഇപ്പം പപ്പയുടെ കാര്യം പറയുകയാണെങ്കിൽ ക്രിയാറ്റിൻ ലെവൽ ഭയങ്കര കൂടുതലായിരുന്നു. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ക്രിയാറ്റിൻ ലെവൽ കൂടാനുള്ള കാരണം ആശുപത്രിയിൽ നിന്ന് കിട്ടിയ മരുന്നുകൾ തന്നെയാണ്. ഈ ഡോക്ടർമാർക്കറിയാം ഈ മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ ക്രിയാറ്റിൻ ലെവൽ ക്രമാതീതമായിട്ട് മുകളിൽ പോകുമെന്ന്. പക്ഷേ അവർക്ക് വേണ്ടിയിരുന്നത് ഡയാലിസിസ് നടത്താൻ ഒരു പേഷ്യൻറ്റിനെയാണ്. അവിടുത്തെ നെഫ്രോളജി ഡോക്ടറിൻ്റെ സംസാരം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ കാലിച്ചന്തയിൽ അറക്കാൻ കൊടുക്കുന്ന കാലികൾക്ക് പോലും ഇതിലും നല്ല രീതിയിലാണ് അവർ ബാർഗെയിൻ ചെയ്യുന്നത്. അവർ കുറച്ചുകൂടി മനുഷ്യപ്പറ്റോടാണ് ബാർഗെയിൻ ചെയ്യുന്നത്. ഇവരുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ ഓക്കെ, ഇത്ര ദിവസം ജീവിച്ചിരിക്കും, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എങ്ങനെയാണ്, നിങ്ങൾക്ക് 3 ലക്ഷം മുടക്കാൻ പറ്റുമോ, നിങ്ങൾക്ക് മെഷീൻ വാങ്ങിച്ച് വെക്കാൻ പറ്റും. കച്ചവടക്കാർ, തനി കച്ചവടം. എങ്ങനെ ഇവർ കച്ചവടം ചെയ്യായിരിക്കും? കാരണം മെറിറ്റി പഠിച്ച് കിട്ടിയതും പറിച്ചതൊന്നും ആയിരിക്കത്തില്ല ഇവർക്ക്. ഇവർ മറ്റേ 1 കോടി 2 കോടി രൂപ കൊടുത്ത് അഡ്മിഷൻ വാങ്ങിക്കുന്നവർ കച്ചവടം നടത്തും. അപ്പോൾ ഇവർക്ക് എതിരെ ഒരു ഓഡിറ്റ്, അല്ലെങ്കിൽ ഇവരുടെ മണ്ടയ്ക്ക് ഓഡിറ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല, അല്ലെങ്കിൽ ഇവരെ ഇങ്ങനെ അഴിച്ചു വിട്ടേക്കുവാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ഹെൽത്ത് കെയർ സിസ്റ്റം എവിടെ പോകും? ആശുപത്രികൾ എന്തായാലും ഓഡിറ്റ് ചെയ്യത്തില്ല, കാരണം അവരെ സംബന്ധിച്ച് അവർക്കും കാശാണല്ലോ വേണ്ടേ. ഇങ്ങനെ ഉണ്ടാക്കിയ ആശുപത്രി മുതലാളിമാരൊക്കെ എങ്ങനെയാണ് മരിക്കുന്നത്, അല്ലെങ്കിൽ ഈ പൈസ കൊണ്ട് അവർ ജീവിക്കുമോ, അല്ലെങ്കിൽ ഈ പൈസ അവർ അനുഭവിക്കാനുള്ള യോഗം ആശുപത്രികളുടെ മുതലാളിമാർക്കും ഇല്ല. അപ്പം ഈ പറയുന്ന ആശുപത്രികളിലൊക്കെ മുതലാളിമാരുടെ കാര്യം പറഞ്ഞാൽ നമുക്ക് അറിയാവുന്നതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഒരു മെഡിക്കൽ കോളേജിൽ പോയാൽ എന്താ അവസ്ഥ? മെഡിക്കൽ കോളേജിൽ പോയി, പപ്പയുടെ ലാസ്റ്റ് 2 ദിവസം മെഡിക്കൽ കോളേജിലായിരുന്നു. അവിടെ നമ്മൾ ഓൾറെഡി പപ്പയുടെ കണ്ടീഷൻ വെച്ചിട്ട് അമ്മയും നേഴ്സാണ്, ചേച്ചി നേഴ്സാണ്, മുത്തും നേഴ്സാണ്. ഇപ്പോൾ ഇവർക്കറിയാം എന്താണ് ഹെൽത്ത് കണ്ടീഷൻ, എന്തിലേക്കാണ് പോകുന്നത്, എന്തായിരിക്കും അവസ്ഥ എന്നറിയാം. അപ്പോൾ അവർ പറഞ്ഞു ഇൻറ്റുബേറ്റ് ചെയ്യേണ്ട, വെന്റിലേറ്ററിലേക്ക് മാറ്റണ്ട. അപ്പം ആദ്യം ഡോക്ടർ പറഞ്ഞു സർജറിക്ക് ഓപ്ഷൻ ഇല്ല, സർജറി ടേബിൾ സർവൈവ് ചെയ്യത്തില്ല എന്ന്. പിന്നെ എനിക്ക് തോന്നുന്നു ഡോക്ടറിന് മൂഡ് വന്നു, കാരണം 10 പിള്ളേരെ പഠിപ്പിക്കാൻ പറ്റുമല്ലോ, സർജറി ചെയ്ത് കഴിഞ്ഞാൽ പിള്ളേരെ പഠിപ്പിക്കുക, ഇതാണ് സർജറി. അത് കൊണ്ടുപോയത് അതിനേക്കാൾ പ്രമുഖമായ ഒരു ആശുപത്രിയിലാണ്, തിരുവല്ല ഭാഗത്തുള്ള. അതിൻ്റെയും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ അവരല്ലല്ലോ, ആരും അനുഭവിക്കാനുള്ള യോഗമില്ല. ഇവരുടെ ഒന്നും മരണം നല്ല രീതിയിലുള്ള മരണങ്ങളും അല്ല. പക്ഷെ സ്റ്റിൽ അവരുടെ നേതൃത്വത്തിൽ നിന്നുള്ള ഓഡിറ്റ് ഇല്ലാത്തതുകൊണ്ടുള്ള കുഴപ്പമാണ്. ഈ ആശുപത്രികളുടെ പേര് പറയാത്തത് അവരെ പേടിച്ചിട്ടോ ഒന്നുമല്ല കേട്ടോ. കാരണം വീട്ടുകാരുടെ നിർബന്ധം കൊണ്ട് മാത്രം പറയാത്തതാണ്. ഇല്ലെങ്കിൽ ആശുപത്രിയുടെ പേര് മാത്രമല്ല, ഡോക്ടറുടെ പേര് പറയാനും എനിക്ക് യാതൊരു കുഴപ്പമില്ല. ഇതിപ്പോൾ ഒരു അന്വേഷണം രീതിയിൽ, അല്ലെങ്കിൽ ഒരു അന്വേഷണത്തിന് ഗവൺമെൻറ് തയ്യാറാണെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡേറ്റ ഉൾപ്പെടെ ഞാൻ കൊടുക്കാം. അപ്പം ആ ഡോക്ടർ നിന്നങ്ങ് ഫോഴ്സ് ചെയ്യുവാണ്, ഓക്കെ ഇൻറ്റുബേറ്റ് ചെയ്യുക, വെന്റിലേറ്ററിൽ കയറ്റ്, മരിക്കാൻ പോകുവാണെന്ന് 100% ഉറപ്പുള്ളൊരു പേഷ്യൻറ്റിനെ എന്തിനാണ് വെന്റിലേറ്ററിൽ കയറ്റുന്നത്? കാരണം 3 ദിവസമെങ്കിൽ 3 ദിവസം വെന്റിലേറ്ററിൻ്റെ പൈസ വാങ്ങിക്കാം, കൂടെയുള്ള പിള്ളേരെ പഠിപ്പിക്കാം. അതുകൊണ്ട് ഇങ്ങനെയാണ് ഇൻറ്റുബേറ്റ് ചെയ്ത് ട്യൂബ് ഇടേണ്ടത്. നമ്മുടെ അപ്പൻ്റെ ദേഹത്ത് അല്ലെങ്കിൽ അമ്മയുടെ ദേഹത്താണ് ഇവർ ഈ പഠിക്കുന്നതെന്ന് ആലോചിക്കണം. അത് മനുഷ്യപ്പറ്റെന്ന് പറഞ്ഞ സാധനം മരിക്കാൻ പോകുന്ന ഒരു രോഗിക്ക് കൊടുക്കേണ്ട എന്തെങ്കിലും ഒരു കൺസിഡറേഷൻ, അല്ലെങ്കിൽ മനുഷ്യപ്പറ്റെന്നുള്ള കൺസിഡറേഷൻ കൊടുക്കണ്ടേ? അവരത് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു രോഗി എന്നല്ല അവർ കാണുന്നത്, ഒരു പ്രൊഡക്റ്റ്. ആ പ്രൊഡക്റ്റിനെ അവർ എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും, ആ പ്രൊഡക്റ്റ് വെച്ചിട്ട് എത്രത്തോളം പൈസ ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ എത്ര സർജറി ചെയ്താലാണ് എനിക്ക് കമ്മീഷൻ കിട്ടുന്നത്. ഈ ഡോക്ടർമാർക്ക്, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ഡോക്ടർമാർക്കും സർജറിക്ക് കമ്മീഷൻ ഉണ്ട്, ഇല്ലെന്നൊരു ഡോക്ടറെങ്കിലും പറയട്ടെ. അല്ലെങ്കിൽ ടാർഗറ്റ് ഉണ്ട്, ഒരു മാസം ഇത്ര രൂപയുടെ വെന്റിലേറ്റർ, അല്ലെങ്കിൽ ഇത്ര രൂപയുടെ. ജസ്റ്റ് ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ സർജറി ചെയ്യുന്ന, അല്ലെങ്കിൽ ഇവരൊക്കെ വെന്റിലേറ്ററിൽ കേട്ടിട്ടുള്ള എത്ര പേഷ്യൻറ്റ് സർവൈവ് ചെയ്തിട്ടുണ്ടെന്ന് ആലോചിച്ചാൽ മതി. അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണക്കെടുത്താൽ മതി. ഇവരുടെ ട്രീറ്റ്മെൻറ്റിൽ വന്നിട്ടുള്ള എത്ര പേഷ്യൻസ് ജീവനോടുണ്ട്, ഇവരുടെ പേഷ്യൻസ് മരിക്കാനുള്ള റീസൺ, ഇതിനെക്കുറിച്ചൊക്കെ എന്താണ് നടക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഇത് മരണം എന്നല്ല പറയേണ്ടത്, ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കൊലപാതകങ്ങളാണ്. ഒരു മനുഷ്യനെ 10-15 വർഷമായിട്ട്, അല്ലെങ്കിൽ 10-15 വർഷം കൊണ്ട് അവർ കഴിക്കേണ്ടാത്ത മരുന്നുകൾ കൊടുത്ത് ഒരു മനുഷ്യനെ രോഗിയാക്കി, ആ രോഗിയെ ചികിത്സിച്ച് കൊല്ലുന്നതിന് കൊലപാതകം എന്നാണ് പറയുന്നത്, പ്ലാൻഡ് മർഡർ. അല്ലാതെ ഇതൊന്നും മരണം എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ഡോക്ടർമാരുടെ അവസ്ഥ, ഡോക്ടർമാർ ചെയ്യുന്ന ഇത്, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നടക്കുന്ന അനീതി, നടന്നു പോകുന്നവൻ നടന്നിറങ്ങി വരണം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് തിരിച്ച് കാറിലെങ്കിലും പോകാനുള്ള കപ്പാസിറ്റി വേണം.
നടന്നു പോകുന്ന ഒരാളെ മുഖം പുതപ്പിച്ചുകൊണ്ട് തിരിച്ചിറങ്ങി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും അന്വേഷിക്കുന്നില്ല. കാരണം പപ്പായെ സംബന്ധിച്ച് പപ്പായ്ക്ക് 81 വയസ്സായി. എല്ലാവരും പറയും, 81 വയസ്സായില്ലയോ, ഇനിയിപ്പോൾ എന്തിനാണ് അതിൻ്റെ പുറകെ നടക്കുന്നത്? അത് തന്നെയാണ് ഡോക്ടർമാരുടെ പോലും. 81 വയസ്സുള്ള ആൾ മരിച്ചു കഴിഞ്ഞാൽ പ്രായമായില്ലേ, പൊക്കോട്ടെ എന്ന് നമ്മളെല്ലാവരും വിചാരിക്കും. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഇവർ ഈ കച്ചവടത്തിൽ ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം അന്വേഷിക്കാൻ കേരള ഗവൺമെൻറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് മിനിസ്റ്റർ മുൻകൈ എടുക്കണമെന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്. അല്ലെങ്കിൽ ഒരു വർഷം ഇത്ര മരണങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ നടക്കുന്നു, മരണങ്ങളുടെ ലിസ്റ്റിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ അതെങ്കിലും വെച്ചിട്ടൊരു അന്വേഷണം നടക്കണ്ടേ? അല്ലെങ്കിൽ ഒരു ഡോക്ടർ തന്നെ ചികിത്സിക്കുന്ന പേഷ്യൻറ്റിൽ 50% കൂടുതൽ ആൾക്കാർക്ക് ഡയാലിസിസോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളോ വേണ്ടി വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഓഡിറ്റ് വേണ്ടേ? ഒരു ഡോക്ടറിന് മാത്രം പേഷ്യൻസിന് സർജറി കൂടുതലാണെങ്കിൽ എന്തുകൊണ്ടാണ് അത് അങ്ങനെ സംഭവിക്കുന്നൊരു അന്വേഷണം വേണ്ടേ? ഇത് അഴിച്ചങ്ങ് വിട്ടേക്കുക, തോന്നിവാസം, അവരുടെ തോന്നിവാസത്തിന്. എനിക്കറിയില്ല എന്തെങ്കിലും നിലവിൽ ഓഡിറ്റ് സിസ്റ്റം ഉണ്ടോ, പക്ഷേ ഇത്രയും നേരിൽ കണ്ടിട്ട് എൻ്റെ അറിവിൽ അങ്ങനെ ഓഡിറ്റ് സിസ്റ്റം ഉണ്ടെങ്കിൽ ആ ഒരു ഓഡിറ്റ് സിസ്റ്റം പരാജയമാണ്. ഇപ്പം അങ്ങനെ ഓഡിറ്റ് സിസ്റ്റം വേണം. ഗവൺമെൻറ്റിൻ്റെ മേൽനോട്ടം ഇല്ലാതെ പ്രൈവറ്റ് സെക്ടറുകളെ ഇങ്ങനെ അഴിച്ചു വിടുന്നത്. കാരണം ചിട്ടിക്കമ്പനിയും വട്ടിപ്പലിശ നടത്തുന്നവന് ആശുപത്രി നടത്തി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥയെന്ന് ഊഹിക്കാലോ. അതുപോലെ തന്നെ ആത്മീയത കച്ചവടമാക്കുന്നവരും അതുപോലെ ബാക്കിയുള്ള പരിപാടികളുമായിട്ട് പൈസ ഉണ്ടാക്കുന്നവരും ആശ്രയം തുടങ്ങിയാൽ അവരും അവിടുന്ന് പൈസ ഉദ്ദേശിക്കുകയുള്ളൂ. പിന്നെ ഈ ഡോക്ടർമാരുടെ കാര്യം, ഞാൻ ആദ്യമായിട്ടേ പറഞ്ഞു, വളരെ നല്ല ശുദ്ധജാതകമുള്ള ഡോക്ടർമാർ ഒരുപാട് പേരുണ്ട്. പൈസ കൊടുത്ത് മെറിറ്റിലല്ലാതെ പൈസ കൊടുത്ത് പഠിച്ച് MBBS വാങ്ങിച്ച് എന്നാൽ നല്ല രീതിയിൽ സർവീസ് നടത്തുന്ന ഡോക്ടർമാർ ഒരുപാടുണ്ട്. പക്ഷേ നിങ്ങൾക്കൂടെ ചീത്തപ്പേരാണ് ഈ 20% ആൾക്കാർ. അവരെ സംബന്ധിച്ച് പൈസ 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 പൈസ. മരിക്കാൻ കിടക്കുന്ന ഒരാളെ സർജറിക്ക് എന്ന് പറഞ്ഞാൽ അകത്തോട്ട് കയറ്റുന്നത് എന്തിനാണെന്ന് നമ്മളെങ്ങനെ അറിയും? അവയവ കച്ചവടമാകാം, അല്ലെങ്കിൽ കൊള്ളാവുന്ന എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് അഴിച്ചു മാറ്റാനായിരിക്കാം. കാരണം ഈ 2 ഡോക്ടർമാരുടെ പ്രവൃത്തി കാരണം ഇത്രയും സംശയങ്ങളൊരു കോമൺ മനുഷ്യനിൽ ഉണ്ടാക്കണമെങ്കിൽ എന്തായിരിക്കും ഇവരുടെ രീതികൾ? സാധാരണ ഞാൻ ഹോസ്പിറ്റൽ സെക്ടറിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഞാൻ RSBയിൽ ഏതാണ്ട് 4 വർഷത്തോളം ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലുകളുമായിട്ട് ഫ്രീക്വൻ്റായിട്ട് ഡോക്ടർമാരുമായിട്ടും ഹോസ്പിറ്റലുകളുമായിട്ടും അതുപോലെ മെഡിക്കൽ ഫീൽഡിലുള്ളവരുമായിട്ടും ഫ്രീക്വൻറ്റ് കോൺടാക്റ്റിലുണ്ടായിരുന്ന ആളാണ്. ഞാനിപ്പോൾ UK വന്നിട്ട് 3 വർഷമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നതും NHSലാണ്, ഹെൽത്ത് സെക്ടറിലാണ്. വൈഫും ചേച്ചിയും അമ്മയും വർക്ക് ചെയ്യുന്നതും ഹെൽത്ത് സെക്ടറിലാണ്. അപ്പോൾ നമുക്കെല്ലാം അറിയാവുന്നതുകൊണ്ടാണ് നമുക്ക് അവിടെ ഇവിടെയൊക്കെ കണക്റ്റ് ആവുന്നത്. ഒരു സാധാരണക്കാരൻ്റെ അവസ്ഥ എന്താണ്? ഇതൊന്നും അറിയാത്ത ഒരാളുടെ അവസ്ഥ എന്താണ്? ചെന്ന് കയറി കൊടുക്കുവാണ്. പൈസയും കൂടെ ഉണ്ടെങ്കിലോ? പൈസ ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകും. നല്ലത്, വളരെ നല്ലത്. നിങ്ങൾ പൈസ ഉണ്ടെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുമെന്നേ ഞാൻ പറയുള്ളൂ. ഓടിച്ചെല്ല് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഫെസിലിറ്റികൾ വികസിക്കട്ടെ. നമ്മൾ കുറച്ച് പൈസ ചാർജ് ചെയ്തോ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ, എന്നാലും തെറ്റില്ല. നിങ്ങൾക്ക് ഇച്ചിരി നല്ല ഫെസിലിറ്റി വേണമെങ്കിൽ ചാർജ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ക്രമീകരിക്കുമോ? അല്ലെങ്കിൽ നിങ്ങളൊരു മെഡിക്കൽ ചെക്കപ്പ് നടത്തിയിട്ട് നിങ്ങൾ പ്രൈവറ്റായിട്ട് 50 രൂപയ്ക്ക് 60 രൂപയ്ക്ക് കൺസൾട്ടേഷൻ നടത്തുന്നിടത്ത് പോയി കാണിക്കുക. എന്നാലും ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ചെന്ന് കയറി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് അവർ പ്ലാൻ ചെയ്യും. നിങ്ങൾ ഇത്ര വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന ടേബിളിൽ ഇന്ന ചികിത്സയ്ക്ക് വരണം എന്നുള്ള രീതിയിൽ അവർ പ്ലാൻ ചെയ്യും. നിങ്ങൾ വിശ്വസിക്കരുത്. 10 വയസ്സ് നമ്മൾ ഉപ്പ് വാങ്ങിക്കണേ 3 കടയിൽ കയറി വിലയും ക്വാളിറ്റിയും നോക്കുന്ന നമ്മുടെ ഒരു ജീവൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ടിൻ്റെ കാര്യത്തിൽ ഒരൊറ്റ ഡോക്ടറെ വിശ്വസിച്ച് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യരുത്. പണ്ട് ചെയ്യാമായിരുന്നു. ഇപ്പോഴും നല്ല ഡോക്ടർമാരോട് ഞാൻ വീണ്ടും പറയുവാണ്. പക്ഷേ എൻ്റെ അനുഭവം വെച്ചിട്ട് ഈ ഒരു 3-4 ഡോക്ടർമാരുടെ ഒരു ഇടപെടൽ വെച്ചിട്ട് കച്ചവടം എന്നുള്ളത് മാത്രമായിട്ട് ഒതുങ്ങിപ്പോയിട്ടുണ്ട്. അപ്പം ദയവ് ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ ആരുടെയെങ്കിലും ഒരു ഇൻസിഡൻറ്റുമായിട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളിത് ഷെയർ ചെയ്യണം. കാരണം എൻ്റെ ഒരു ഇതനുസരിച്ച് നമുക്ക് നേരിട്ട് വീണ ജോർജിനെയോ അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്ത് മിനിസ്റ്ററെയോ ഒന്നും ഡയറക്റ്റ് പോയി കോൺടാക്ട് ചെയ്യാനുള്ള ഞാനൊരു റിട്ടേൺ കംപ്ലയിൻറ്റ് എഴുതി കൊടുത്തേനെ. പക്ഷേ എന്നെ അതിന് സമ്മതിച്ചില്ല വീട്ടുകാർ. കാരണം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ എന്നെക്കൊണ്ട് ഈ വീഡിയോ ചെയ്യാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം എൻ്റെ ഫ്രസ്ട്രേഷൻ അത്രയ്ക്ക് വലുതാണ്. കാരണം എന്നെക്കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഫ്രസ്ട്രേഷൻ. ഇങ്ങനത്തെ ഒരു സാധനം നാട്ടിൽ നടക്കുന്നുണ്ടെന്ന് 10 പേർ അറിഞ്ഞേ പറ്റുള്ളൂ. എന്നാലേ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ഓഡിറ്റ് ഈ പ്രൈവറ്റ് ആശുപത്രികളുടെ മണ്ടയ്ക്ക് വരുള്ളൂ, മെഡിക്കൽ കോളേജുകളുടെ മണ്ടയ്ക്ക് വരുള്ളൂ. മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ച് അവർക്ക് അവരുടെ കുട്ടികളെ സർജറികൾ പഠിപ്പിക്കണം.
അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കണം. പക്ഷേ അത് പഠിപ്പിക്കേണ്ട അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ശരീരത്തിലായിരിക്കണം ചെയ്യേണ്ടത്. അല്ലാതെ ചുമ്മാ ഒരുത്തനെ കിട്ടി ഓക്കെ ഇവനെ മറ്റേ സർജറി പഠിപ്പിച്ചേക്കാം, ഇവൻ്റെ വെച്ച് ഹാർട്ട് സർജറി പഠിപ്പിച്ചേക്കാന്ന് വെച്ച് ഇവരെ അഴിച്ചു വിടുവാണെങ്കിൽ നമ്മുടെ നാട് എങ്ങോട്ടായിരിക്കും പോകുന്നതെന്ന് ആലോചിച്ച് നോക്കിക്കേ. നമ്മുടെ നാടിൻ്റെ അവസ്ഥ, നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാട് മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ നമ്മളെ സംബന്ധിച്ച് വലിയൊരു നീക്കുപോക്ക് ഉണ്ടാകത്തില്ല. അപ്പം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ ഓഡിറ്റ് ചെയ്യപ്പെടണം, വളരെ ശക്തമായ രീതിയിൽ ഓഡിറ്റ് ചെയ്യപ്പെടണം. അവിടെ നടക്കുന്ന മരണങ്ങൾ ഓഡിറ്റ് ചെയ്യപ്പെടണം, അവിടെ നടക്കുന്ന സർജറികൾ ആവശ്യമായിരുന്നോ അത് കറക്റ്റാണോ ഇല്ലയോ എന്നുള്ള രീതിയിൽ ഓഡിറ്റ് ചെയ്യപ്പെടണം. കച്ചവടങ്ങളാണെങ്കിൽ അത് ഓഡിറ്റ് ചെയ്യപ്പെടണം. നമ്മൾ ഇപ്പം പറഞ്ഞില്ലേ, ഇപ്പം പപ്പായെ സംബന്ധിച്ചാണെങ്കിൽ പോയ ആൾ പോയി എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഓക്കെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിരിക്കാം. പക്ഷെ എൻ്റെ മനസ്സിൽ തോന്നി അതല്ല. ഇനി ഇങ്ങനെ അറിയാതെ വന്ന് പെട്ടുകിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ പ്ലീസ് ടേക്ക് എ സെക്കൻഡ് റെഫറൻസ്. വേറെ ഏതെങ്കിലും ഒരു നല്ല ഡോക്ടറെ കൂടെ കാണിച്ചു നോക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ചിലപ്പോൾ ഒരു ലൈഫ് ചേഞ്ചിങ് ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടിയേക്കാം. എനിവേ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക. ചിലപ്പോൾ ഞാനിത് കാശ് കൊടുത്തുകൊണ്ടല്ലോ ഈ വീഡിയോ ബൂസ്റ്റ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എത്തേണ്ട അടുത്ത് എത്തണം. ഇതുകൊണ്ട് എന്ത് റിസൾട്ട് ഉണ്ടാകും എന്നെനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ചെയ്യുന്ന കാര്യം ഞാൻ ചെയ്യുന്നു. ഇത് ആരെങ്കിലും കാണുമോ അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്തെങ്കിലും മൂവ്മെൻറ്റ് ഉണ്ടാകുമോ അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്തെങ്കിലും ഓഡിറ്റ് ഉണ്ടാകുമോ അതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഐ ആം ഡൂയിങ് മൈ പാർട്ട്. ചെയ്യേണ്ടത് ഞാൻ ചെയ്യുന്നു, ബാക്കി ദൈവത്തിൻ്റെ കയ്യിലാണ്. അപ്പം ഇത്രയും കാലം നമ്മുടെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. ഇനിയും നമ്മുടെ യൂഷ്വൽ വീഡിയോസുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എൻ്റെ മനസ്സിൽ നിന്ന് ഇത് ഒഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മനസ്സ് കുറച്ച് ഫ്രീ ആവും. അപ്പം വീണ്ടും നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ